ഈ സമയത്ത് കിടന്നുറങ്ങിക്കൂടെ? ഈ സമയത്ത് രണ്ടുറക്കം കഴിയുന്നേ. നിങ്ങൾ ചായ കുടിക്കാത്ത ഞാനും വിചാരിക്കും ഈ ടൈമിൽ ചായ കുടിച്ചേക്കാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് വീക്കെൻഡാണ്. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഞാൻ ചാച്ചൻ്റെ റൂമിലാണുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചെറിയ പരിപാടികളേ ഉള്ളൂ. നമുക്കിവിടെ വലിയ എല്ലാ വീക്കെൻഡും നമ്മളിവിടെയാണ് ആഘോഷിക്കുന്നത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഫാമിലി ഫീലാണ്, നമ്മുടെ വീട്ടിലെത്തിയൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഇവിടെ ചാച്ചനും അനിയനും ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ച് ഉള്ളൊരു ദിവസം നമുക്ക് കിട്ടുന്നത് ഈ ഒരു വീക്കെൻഡ് മാത്രമാണ്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളെല്ലാവരും എല്ലാവരുടെയും ജോലി തിരക്കിലായിരിക്കും. അനിയൻ അവൻ്റേതായിട്ടുള്ള ജോലി, അവൻ്റെ റൂം, ഞാൻ എൻ്റേതായിട്ടുള്ള ജോലി, എൻ്റെ റൂം. അങ്ങനെയാണ് നമ്മൾ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചാച്ചനായിട്ടുള്ള ജോലി, റൂം. പിന്നെ കിട്ടുന്ന ഈ ഒരു വീക്കെൻഡ്, ഈ ഒരു ദിവസമാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവൻ നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് കൂടുന്നു, ഒരുമിച്ച് കുക്ക് ചെയ്യുന്നു, ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു. അപ്പോൾ ആ ഒരു എൻജോയ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്, അത് ഭയങ്കര വലുത് തന്നെയാണ്. അപ്പോൾ ആ ഒരു നിമിഷം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തൊന്നും പോകാതെ എപ്പോഴും ഓടിയെത്തുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അവരൊക്കെ പുറത്തുണ്ട്, അവരൊക്കെ ഭയങ്കര കുക്കിങ്ങിലാണ്, എന്തൊക്കെയോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക്. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നോക്കാം. അവരെല്ലാവരും അവിടെ കുക്കിങ്ങിലാണ്. കുക്കിങ് സിനിമകളൊക്കെ ആട്ടോ. അതുകൊണ്ട് ആങ്ങളോടെ ഭയങ്കരമായിട്ട് ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുന്നു, ചപ്പാത്തി വറുത്തി കിട്ടിയിരിക്കുന്നു. ചാച്ച അവിടെ ഇരിപ്പുണ്ട്, ചാച്ച അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട്. ബാബാ കല്യാണി സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഒരാൾ ഇവിടെ ഇരുന്നുകൊണ്ട് നല്ല രീതിയിൽ കണ്ടില്ലേ സിനിമ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ഹലോ ഹലോ, ഓക്കെ, നല്ല വിഷയം, സുഖമായിരിക്കുന്നു. ഡ്യൂട്ടിക്ക് പോയി ഇന്ന് വീക്കെൻഡാണ്, അതിൻ്റെ ആഘോഷത്തിരിക്കുകയാണ്. ഇന്നെന്താ വീക്കെൻഡല്ലേ, അതിൻ്റെ ആഘോഷം. എന്താണ് ഇന്ന് ഫുഡ് ഉണ്ടാകുന്നത്? എന്താണ് ഫുഡ്? ഇന്ന് ചിക്കൻ കറിയും ചപ്പാത്തി. ചാച്ച എന്താണ് ഇതിലൊന്നും കൂടാതെ ഇരിക്കുന്നത്? പിള്ളേരെ ഏൽപ്പിച്ചില്ല. കണ്ടില്ലേ, അങ്കിളുണ്ട്, അല്ലെങ്കിലുണ്ട്. അങ്കിളും അപ്പൂസും കൂടെ ഇവിടെ അടിപൊളിയായിട്ട് ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നു ചപ്പാത്തി. അല്ലെങ്കിലാണ് ഇന്ന് നമ്മളെ ചപ്പാത്തി വരത്തിന്റെ സ്പെഷ്യലിസ്റ്റ്. ഇതാരും കണ്ടു, പ്രത്യേകിച്ച് കൊച്ചു പിള്ളേരാരും ഇതുപോലെ ചേർത്ത്. ഇങ്ങനെയാണോ മോനെ ചപ്പാത്തി വരുത്തുന്നത്? ഇത് ചപ്പാത്തിയാണോ ഇന്ത്യയുടെ ഭൂപടമാണോ? ഈ ചപ്പാത്തി കൊണ്ടാണ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്? കേട്ടോ, ഈ സിമ്പിളായിട്ട് കൈ കൊണ്ടൊക്കെ മാറിച്ച് ഒരു തന്ത വൈബായ പോലെ തോന്നുന്നില്ലേ? നാട്ടിൽ ഇതൊക്കെ ചെയ്ത് ശീലമുണ്ടോടാ നിനക്ക്? നാട്ടിൽ തിന്ന ശീലമുണ്ടോ? പ്രവാസ ജീവിതം എന്തൊക്കെ പഠിപ്പിച്ചു? ആ ജീവിതം ഇവിടെ ഇങ്ങനെ ഉണ്ടോ? ചുട്ട് വെക്കാൻ പഠിച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കണം, കിടന്ന് ഉറങ്ങണം, നാളെ ജോലിക്ക് പോകണം. നാളെ ജോലിയുണ്ടോ? നാളെ ഫ്രൈഡേ ആണ്. നാളെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം, ഫ്രൈഡേ ആയിട്ട്. അതാണ് പരിപാടി. ചപ്പാത്തി ഒക്കെ ഉണ്ടായി കഴിഞ്ഞോ? ചപ്പാത്തി ഉണ്ടായി കഴിഞ്ഞു. കൊള്ളാം, മിടുക്കൻ. അപ്പൊ ഇത് ഇനിയും ഉണ്ടാകാൻ ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് പോകണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിയുന്നാ വിചാരിച്ചത്. മൊത്തം വരി പോയതാ. ഗ്യാസ് എല്ലാം ഓഫ് ആയി. എണ്ണ ഹെൽത്തി ആണോ? ഹെൽത്തി ഫുഡാണ്. കുറച്ച് ഡിസൈനൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെ നീട്ടി കുറച്ച് ഡിസൈനൊക്കെ കഴിക്കണം. ഇതാണ്. അങ്ങനെ ഗൾഫിൽ വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചു. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു? ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചു. അതെ, നൈസ്. ചപ്പാത്തി ചിക്കൻ കറിയാണ് സ്പെഷ്യൽ. ഇന്ന് ചപ്പാത്തി ചിക്കൻ കറിയാണ്. സാധാരണ നീ കിച്ചണിൽ കയറാത്ത ഒരാളാണ്. എന്ത് തോന്നുന്നു നിനക്ക് നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി? നാട്ടിൽ വന്നിട്ട് പഠിക്കാൻ പറ്റിയ കാര്യം, കുക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ വിശപ്പ് എന്താണെന്ന് പഠിച്ചു. വിശപ്പോ? ജീവിതം എന്താണെന്ന് പഠിച്ചോ? ജീവിതം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രവാസ ലൈഫൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ്. നിന്റെ റീലും ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ ഇവിടെ അടിച്ചു പൊളിക്കുന്നു, ഞാൻ ഇവിടെ അടിച്ചു പൊളിക്കുന്നു എന്നൊക്കെയാണ് എല്ലാവരും വിചാരം. പിന്നെ അവരോടൊക്കെ നിനക്ക് എന്താണ് പറയാനുള്ളത്? അവരോട് പറയണം, ഇതാണ് എൻ്റെ അടിച്ചുപൊളി. ഇതാണോ അടിച്ചുപൊളി അല്ലേ? അതെ. അവരോട് പറ, റിയൽ ലൈഫും വേറെയാണെന്ന് നിനക്ക് ഇപ്പോൾ പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല, അവരൊക്കെ ഇതുപോലെ വന്ന് കണ്ട് ബുദ്ധിമുട്ടണം ലൈഫൊക്കെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ജെന്യുവനായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, നീ കറക്റ്റായിട്ട് ആൻസർ പറയണം. നീ നാട്ടിലുണ്ടായിരുന്നപ്പോൾ സംസാരിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം നിന്നെ വിളിക്കാറ് സംസാരിക്കാറില്ല? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്, വിളിക്കാത്ത ആൾക്കാരുണ്ട്. 2 വർഷത്തോളമായി. ആ ഇല്ലേ? യെസ്. നിനക്ക് തോന്നിയ എന്താണ്? നിനക്കുള്ള ആരെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
എന്താണ് നിന്റെ ഒരു അഭിപ്രായം? പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറഞ്ഞ ആൾക്കാരും ഉണ്ടെന്ന് പറയാം, ഇല്ലെന്ന് പറയാം. അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, പണ്ടുള്ള ആൾക്കാരുണ്ടല്ലോ, പണ്ടുള്ള ആൾക്കാർ ഇവിടെ പ്രവാസ ജീവിതത്തിലായാലും എല്ലാത്തിനായാലും അവർ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് കുബൂസും തൈരൊക്കെ കഴിച്ച് ജീവിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പണ്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ, ഇപ്പോഴും എന്നാ ആൾക്കാരുണ്ട്. ഇപ്പോഴും ഉണ്ട് ആൾക്കാർ, ഇപ്പോഴും ഒരുപാട് ആൾക്കാരുണ്ട്. കുബൂസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ച കുബൂസാണ്. ആരെങ്കിലും വിശ്വസിക്കോ? ഉച്ചയ്ക്ക് കഴിച്ചാൽ കുബൂസാണ്. കുബൂസും തൈരും കഴിച്ച് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇന്ന് ഞാനും കഴിച്ചത് കുബൂസ്. അപ്പോൾ അവർ അന്ന് ഒരുപാട് അങ്ങനെ കഴിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പണ്ട് നമ്മൾ വീട്ടില് ചാച്ചൻ അത് മേടിച്ചെന്നില്ല, ഇത് മേടിച്ചില്ല എന്നില്ല, അത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെള്ളം വയ്ക്കാറുണ്ട്. ഇപ്പൊ നീ വെള്ളം വെക്കുവോ? ഇപ്പൊ വെള്ളം വെക്കാറില്ല. ഞാൻ അങ്ങനെ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്കുള്ള കാര്യങ്ങൾ ഞാനല്ലേ മേടിക്കേണ്ടത്. അങ്ങനെയല്ല, പിന്നെ ഇപ്പൊ നീ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷൻ, നീ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നിനക്ക് മനസ്സിലായ കാര്യം എന്താ? മനസ്സിലായി, എല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? അടാ, ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലായില്ല? നന്നായിട്ട് മനസ്സിലായി. അത് മനസ്സിലാവാത്ത പോലെ നിൽക്കുന്നേ. അത് പറയാനൊരു മടി നിനക്ക്? അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ തന്തമാരെ എന്താ പറയുക, കടമയാണ് മക്കൾക്ക് എന്ത് മേടിച്ചു കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ ആ കടമയിലോട്ട് നീ നാളെ നീ ഒരു തന്തയായി കഴിഞ്ഞു, വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ നിന്റെ കല്യാണം കഴിക്കാത്തത്. അതുകൊണ്ടാണ് നീ സിംഗിൾ ആയിട്ട് നടക്കുന്നത്. അതെ അതെ, അതല്ലേ. ചപ്പാത്തി ചുടലൊക്കെ കഴിയാറായില്ലേ? യെസ്. അടുത്ത എന്താണ് പരിപാടി? ഗൈസ്, ഇപ്പൊ സമയം 12 മണിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മൾ കണ്ടല്ലോ ചായ കുടിക്കാൻ ഒരു മുഖം. അപ്പൊ നമ്മൾ ടീ ടൈമിലാണ് കേട്ടോ ചായ കുടിക്കാൻ. രാത്രി കിടന്ന് ഉറങ്ങാതെ നമ്മളിവിടെ ചായ കുടിക്കാൻ വന്നതിന്റെ ഉദ്ദേശം രാത്രി ചായ കുടിക്കുമൊക്കെ എന്താണെന്ന് അറിയാലോ. ഇപ്പൊ സമയം എത്രയായോ? സമയം 12:07 12 12 ഈ സമയത്ത് കിടന്നുറങ്ങിക്കൂടെ? സാധാരണ ഈ സമയത്ത് രണ്ടുറക്കം കഴിയണേ. നിങ്ങൾ ചായ കുടിക്കാൻ നോക്കുമ്പോ ഞാനും വിചാരിച്ചെങ്കിൽ ടീ ടൈമിൽ ചായ കുടിച്ചേക്കാം. വൈബ് തന്നെ. അപ്പൊ നമുക്ക് ചായ കുടിക്കണം. കാരണം 12 മണിക്ക് ഞാനും ചാച്ചനും കൂടെ ചായ കുടിക്കാൻ പറഞ്ഞാണ്. ഞാനും ചാച്ചനും എബിയും കൂടി. അതെ കം എങ്ങനെ ഉണ്ടാ ചായ കുടിച്ചിട്ട് 12 മണിക്ക് വന്നിട്ട്? ചായ കുടി കഴിഞ്ഞു. അപ്പൊ നേരെ ഇനി റൂമിലോട്ടാണ്. ഇനി വേറെ ഒരു പരിപാടിയില്ലേ, നമുക്ക് ഇങ്ങനെ ഉറങ്ങണമല്ലേ? നമുക്ക് ആ പാടൊരു വെള്ളിയാഴ്ച ദിവസമൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മളെല്ലാരും കിടന്ന് ഉറങ്ങണത്. പ്രവാസികളുടെ ഉറക്ക ദിവസം എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച. ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും കിടന്ന് നല്ല ഉറക്കമായിരിക്കും. അത് കണ്ടപ്പോൾ നമ്മളും കിടന്ന് ഉറങ്ങും. നാളെ നമുക്ക് ഉണ്ടാക്കി തരണം. നാളെ നമുക്ക് മീൻ കറി, ചെങ്കലവ മീൻ കറി, ചോറ്. ഓക്കെ, അപ്പൊ നാളെ മോര്. അപ്പൊ നമ്മൾ നാളെ ഇതൊക്കെ കഴിച്ച് സെറ്റാവും. അപ്പൊ ശരി ഗായ്സ്, നിങ്ങൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ. നമ്മൾ ഈ വീഡിയോയുടെ അതിൻ്റെ പേര് ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.